അനുമോളെ കൂട്ടിക്കൊണ്ടുവരാനാണോ നിങ്ങൾ പോയത്? ഞാൻ വിചാരിച്ചത് സുശീലെ കണ്ട് കല്യാണം നടത്തുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനായിരിക്കുന്ന. അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ അത്രയും ദൂരം ഓടിയത് വെറുതെ ആയിപ്പോയനെ. സുശീല എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരിന്നിവിടെ വന്നു. എന്താ അവർക്ക് വേണ്ടത്? ആ സ്ത്രീ വീണ്ടും വല്ലതും പറഞ്ഞ് അമ്മാവനെ അപമാനിച്ചോ? അവൾ ഉണ്ടാക്കി വെച്ചതിനേക്കാൾ വലിയ അപമാനം വേറെ എന്താ രഘു? ആ സമയത്ത് ഇവിടെ രാമനാഥനും ഉണ്ടായിരുന്നു. ശബരിയുടെ അച്ഛനോ? അതെ. ഇന്നത്തെ സുശീലയുടെ അഴിഞ്ഞാട്ടത്തിന് മറുപടി കൊടുത്തത് രാമനാഥനാ. ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ രാമനാഥൻ അവളെ തല്ലുമായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിലൊരു തീരുമാനമായേനെ. രഘുവേട്ടൻ എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? ആ സ്ത്രീ അവർക്ക് കിട്ടിയ ഒരു അവസരം മുതലാക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രഘുവേട്ട. ബുദ്ധിയുള്ളവരെ വിലപേശും. നമ്മളും ബുദ്ധിപരമായിട്ട് നീങ്ങിയിരുന്നെങ്കിലേ ഈ നാണക്കേടിൽ നിന്ന് ഒഴിവാകായിരുന്നു. അച്ഛൻ്റെ കൂടെ പോയി കളിച്ചു. ചേച്ചി ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ ആവശ്യം ഞാനും അച്ഛനെ അംഗീകരിച്ചു കൊടുക്കണമായിരുന്നു. അവർക്കും ചില വാശികൾ കാണില്ലേ അനു? ആ സ്ത്രീ ഇവിടെ വന്ന് ഇന്ദ്രന്റെ ഷോപ്പിന് 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞപ്പോ അച്ഛനത് പാടെ തള്ളിക്കളയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ അവർക്കൊരവസരം കിട്ടിയപ്പോ ആ സ്ത്രീ നിറഞ്ഞാടുന്നത്. എന്റെ അമ്പിളി, 50 ലക്ഷം കേട്ടപ്പോ നീ അതിൽ വീണു പോയെന്നല്ലേ ഉള്ളൂ. സുശീലയുടെ കയ്യിലെ ആയുധം അപ്പോഴും മഞ്ചാടിമോളായിരുന്നു. ഒരു പൈസ പോലും മുതൽ മുടക്കാതെ ആ ഷോപ്പ് തിരിച്ചു പിടിക്കാനാവോന്നറിയാനാ പിന്നീട് ആ സ്ത്രീ അനുപമയെ സമീപിച്ചതും ഇന്ന് വീണ്ടും ഈ വീട്ടിലേക്ക് കയറി വന്നതും.